ഗീറ്റ്സ് ബ്യൂട്ടി വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മൾ പറയുന്നത് ഹെന്നയെ കുറിച്ചാണ്. ഹെന്ന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഹെയറിന് ഏറ്റവും റിലാക്സേഷൻ തരുന്ന ഒന്നാണ്. ഹെഡിന് ഭയങ്കര കൂളിംഗ് ആണ്. ഹെന്ന ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളതെന്നല്ല, മിക്കവാറും എല്ലാവരും നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് ഹെന്ന എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് വീട്ടിലായാലും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഹെന്ന പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് പൊടികൾ മേടിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഉള്ള ഹെന്ന ഞാൻ എങ്ങനെയാണ് അത് മിക്സ് ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നത് എന്നും ആണ് ഇത് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. നമ്മുടെ വീടുകളിലെല്ലാം ഹെന്ന അപ്ലൈ ചെയ്യാൻ ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് ഒരിക്കലും ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ ആശ്രയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൈമയാവും. അത് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ട് തരാനായിട്ട് ആരും മുന്നോട്ട് അങ്ങനെ വരാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളെ തന്നെയാണ് തലയില് എല്ലാം അപ്ലൈ ചെയ്യലും കാര്യങ്ങളും എല്ലാം വരാറ്. ഇത് നമ്മളുടെ പാർലറുകളിൽ എങ്ങനെയാണ് അവരത് നമുക്ക് അപ്ലൈ ചെയ്ത് തരുന്നത് എന്നാണ്. നമുക്കിപ്പോ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു സൊല്യൂഷൻസോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഹെയർ ഓരോ പൊസിഷനിൽ വെച്ച് ഹെന്ന ചെയ്യുകയാണ് പതിവ്. ഇതിപ്പോ നമ്മളുടെ ഒരു കോഴ്സ്, അതായത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്നുള്ള ഒരു രീതിയിൽ ഇത് എങ്ങനെയാണ് നമ്മളുടെ ഹെന്ന അപ്ലൈ ചെയ്യുന്നത് എന്നതാണ് ഇതിൽ മെയിൻ ആയിട്ടും കാണിക്കുന്നത്. ഹെന്ന അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതെല്ലാം എടുത്ത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുക എന്നതല്ല. നമുക്ക് എല്ലാവർക്കും വരുന്നൊരു പ്രോബ്ലം ആണ് ഡാൻഡ്രഫിന്റെ ഇഷ്യൂസ്. ആ ഇഷ്യൂസ് മാറണമെങ്കിൽ നമ്മളുടെ തലയിലുള്ള ഡാൻഡ്രഫ് ഒന്ന് നമ്മൾ കോംബ് ഉപയോഗിച്ച് ഇളക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളുടെ തലയിലെ ഹെയറിലെ നമുക്ക് ലെയർ ബേസ് ആയിട്ട് ഹെന്ന ചെയ്യുവാനായിട്ട് സാധിക്കുക. അങ്ങനെ ലെയർ ബേസ് ചെയ്യുന്നത് കൊണ്ട് പല വിധത്തിലുള്ള ഉപയോഗങ്ങളും ഉണ്ട്. കാരണം എല്ലാ ഭാഗത്തും, സ്കാൽപ്പിന്റെ എല്ലാ ഭാഗങ്ങളിലും ഹെന്ന എത്തുകയും എല്ലായിടത്തുമുള്ള ഡാൻഡ്രഫിനെ അത് ഓടിക്കാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിലിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് ഷഹനാസിന്റെ ഹെന്ന പൗഡർ ആണ്, ഹെർബൽ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു കൂട്ടും കൂടിയും ഞാൻ ചേർത്തിരിക്കുന്നത് ഇതില് നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് ഉലുവ പൗഡർ, അതുപോലെ തന്നെ കഞ്ഞുണ്ണി, അങ്ങനെ നമ്മുടെ തലയിലേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാതും, വേപ്പിന്റെ ഇല, അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ താളിപ്പൊടി, അങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൗഡറാണ് ഇത്. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ചായല തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് നോർമൽ വാട്ടർ ആണ്. ചിലവർ ഇതില് തലയിലിടുമ്പോൾ എഗ്ഗ് യൂസ് ചെയ്യാറുണ്ട്. ചിലർക്ക് അതിന്റെ സ്മെല്ലും കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാരണം തന്നെ നമ്മൾ എഗ്ഗ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് എനിക്ക് വരുന്ന ക്ലയന്റിന് ചായല വെള്ളം അത് അലർജിക്കാണ് ആളുടെ ഹെയറിന്, സ്കിന്നിന്. അതുകൊണ്ട് ആൾക്ക് അത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നോർമൽ വാട്ടറിൽ തന്നെയാണ് ഇപ്പൊ ഞാൻ ഹെന്ന മിക്സ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാലോ ഒരു കൺസിസ്റ്റൻസി ഏകദേശം ഹെന്നയ്ക്ക് അറിയാം. പതുക്കെ അത് മിക്സ് ചെയ്ത് അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കുക. ഹെന്ന ചെയ്യുന്നതിനേക്കാളും കുറച്ച് മുന്നേ അത് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതല്ല, നമുക്കിപ്പോൾ കിട്ടുന്ന എല്ലാ ഹെന്ന പൗഡേഴ്സ് ആയാലും റെഡി ടു മിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ, അപ്പോൾ തന്നെ നമുക്കത് മിക്സ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സമയത്തായ കാരണം കുറച്ച് തണുത്ത വെള്ളത്തിൽ അത് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് നല്ല കൂളിംഗ് കിട്ടും. അതല്ല, ഇത്തിരി മുൻകൂട്ടി തന്നെ നമ്മളത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നേരം അത് തണുത്ത് അതെല്ലാ സെറ്റിങ്സും അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എപ്പോഴും നമ്മൾ ഹെന്ന മിക്സ് ചെയ്തിട്ട് വെക്കാനായിട്ട്. അതായത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയാവും വേണ്ട, എന്നാച്ചാൽ നമുക്ക് ഹെയറിൻ്റെ റൂട്ടിലേക്ക് എല്ലാം ആവുകയും വേണം. എല്ലാം നമ്മളുടെ സ്കാൽപ്പിൽ പിടിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഹെന്ന എന്നത് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഗുണങ്ങളും കാര്യങ്ങളും. ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം നമുക്കൊരു ടൈൽ കോമ്പ് വെച്ചിട്ട്
ഇങ്ങനെ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറയും. അതായത് എല്ലാ സൈഡിലും നമ്മൾ ആ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫിനെ ഒന്ന് ടൈൽ കോമ്പ് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം അതെല്ലാം ഒന്ന് ഇളകി എന്നുള്ളത് കാണുമ്പോൾ മാത്രം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്നുണ്ടെങ്കിൽ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡാൻഡ്രഫുകളെല്ലാം നമുക്ക് ഒന്ന് ഇളകാനും അതിൻ്റെ ഉള്ളിലോട്ട് ഹെന്ന ചെന്ന് അവയെ പിന്നീട് വളരാൻ വെക്കാതെ അത് പോവാനായിട്ട് സാധിക്കും, ഡാൻഡ്രഫ് പോവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഹെന്ന ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇങ്ങനെ ഡാൻഡ്രഫ് ഇളക്കി കളയുവാനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഹെന്ന ഇടുന്ന പൊസിഷനാണ് കാണിക്കുന്നത്. ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ആദ്യം തന്നെ ഹെന്ന അപ്ലൈ ചെയ്യുന്നത്. ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ബ്രഷുകൾ യൂസ് ചെയ്യാണ് ഓട്ടോമാറ്റിക്കലി എല്ലാ പാർലറുകളും കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഞാൻ ബൈ ഹാൻഡ് വെച്ചും ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെന്ന യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്കാൽപ്പ് തൊട്ടിട്ട് ഹെയറിൻ്റെ എൻഡ് വരെ ചെയ്യാൻ ഇത്തിരിയും കൂടി സ്യൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ അപ്ലൈ എല്ലായിടത്തും എത്തുമെന്ന് തോന്നിയിട്ടുള്ളത് ഹാൻഡ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ബൈ ഹാൻഡായിട്ട് അത് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനൊരു ക്രൗൺ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക. കാരണം അപ്പോഴാണ് നമുക്ക് ഓരോ ലെയർ ബൈ ലെയർ എടുത്ത് അതിന് നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഏതൊരു ലെയർ എടുക്കുമ്പോഴും അത് കോമ്പ് ഉപയോഗിച്ച് നല്ല പോലെ ചീന്തി അതിലെ കെട്ടുകളെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് ആ മുടി വാഷ് ചെയ്യുമ്പോഴായാലും അതിന് ശേഷമായാലും നമുക്ക് നല്ല ഈസി ആയിട്ട് ആ ഹെന്നയുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞ് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് ശേഷം അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ലെയറുകളായിട്ട് എടുത്ത് എല്ലാ രീതിയിലും ഹെന്ന ആവുന്നുണ്ടെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുക. ഒരാൾ ചെയ്ത് എണ്ണയെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മളുടെ ഹെയർ വരിക. അതിനുശേഷം ഒരു ഹെന്ന ക്യാപ്പ് ഉപയോഗിച്ച് നമ്മളുടെ ഹെയർ ഒന്ന് കവർ ചെയ്യുക. അത് വേറെ ഒന്നിനുമല്ല, ഹെന്ന ഡ്രൈ ആവാതെ എപ്പോഴും ഒരു നനവോട് കൂടിയിരിക്കാനാണ്. ഇതാണ് ഹെയറിന് നമ്മൾ വീഡിയോയിൽ കാണിച്ച ഹെന്നയുടെ മിക്സിങ്ങും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന രീതിയും അതുപോലെ ഹെന്നയുടെ ഗുണങ്ങൾ എന്താ എന്നുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ മുന്നോട്ട് മേക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ.